ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള പാരഡി ഗാനത്തിനെതിരെ DGPക്ക് ലഭിച്ച പരാതി ADGPക്ക് കൈമാറി. ഇപ്പോൾ ഈ പാരഡി ഹിറ്റാണ്. പോറ്റിയെ കയറ്റി എന്നുള്ള പാരഡി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പരാതി അന്വേഷിച്ച് ആവശ്യമെങ്കിൽ കേസെടുക്കാനും സാധ്യതയുണ്ട്. ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് ചേർന്നു. മനീഷേ, അപ്പോൾ ഈ പാരഡി ഹിറ്റായി കഴിഞ്ഞു. ഹിറ്റാവുന്നതിന് മുമ്പേ വേണ്ട ഇത്തരം നടപടിയൊക്കെ എടുക്കാൻ? അതെ SKN, ഇത് സംസ്ഥാന സർക്കാരിന്റെ വലിയ പ്രഹരമാക്കിയ ഒരു പാട്ടായിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പാട്ട് വലിയ രീതിയിൽ ചർച്ചയാവുകയും വൈറലാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ UDF MPമാർ ശബരിമല സ്വർണ്ണക്കൊള്ള അത് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF MPമാർ പാർലമെന്റിന് മുൻപിൽ ഇത് പാടുകയും ചെയ്തു. പാടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ PC വിഷ്ണുനാഥ് MP അടക്കമുള്ള ആളുകൾ ഈ പാട്ടുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തി മനോഹരമായ ഒരു ഭക്തിഗാനത്തെ വികലമാക്കി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി കഴിഞ്ഞ ദിവസം DGPക്ക് പരാതി കൊടുത്തത്. അനുഭാവപൂർവ്വമാണ് സംസ്ഥാന സർക്കാർ ഈ പരാതിയെ പരിഗണിക്കുന്നത്. കാരണം ഇത് വലിയ രീതിയിൽ പാർട്ടിക്കും സംസ്ഥാന സർക്കാരിനും കൂടി പ്രഹരമേറ്റത് കൊണ്ട് തന്നെ ഈ പരാതിയെ അനുഭാവപൂർവ്വം പരിഗണിക്കുമ്പോൾ DGP പരാതി ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിന് കൈമാറി. ഇപ്പോൾ ഇതാ പുതിയ വിവരം ലഭിക്കുന്നത്, H വെങ്കടേഷ് ഇത് സൈബർ SPക്ക് ഇത് അന്വേഷിക്കാൻ വേണ്ടി ചുമതല നൽകിയിട്ടുണ്ട്. ഇത് അന്വേഷിച്ച ശേഷം കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ പാട്ടിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കുമെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുമോ അല്ലെങ്കിൽ പാർട്ടി നിരോധനം ഏർപ്പെടുത്തുമോ തുടങ്ങിയ കാര്യങ്ങൾ നിയമ നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതിൻ്റെ കാര്യങ്ങൾ നിയമപരമായി പരിശോധിച്ചായിരിക്കും ഇത് സംബന്ധിച്ച് പോലീസ് തീരുമാനമെടുക്കുക. സൈബർ SPക്കാണ് അന്വേഷണ ചുമതല. മലപ്പുറം സ്വദേശി ആളാണ് ഈ പാട്ട് പാടിയത്. ഒപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ കൂടി അന്വേഷണത്തിൽ കേസെടുത്താൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടി ഉണ്ടാകും എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. എന്താണെങ്കിലും സംസ്ഥാന സർക്കാർ ഈ പരാതിയെ വളരെ ഗൗരവപൂർവ്വം കാണുകയാണ്. പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ പാട്ടിനെ ഏതെങ്കിലും തരത്തിൽ വിലക്കേർപ്പെടുത്താനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. ഒപ്പം തന്നെ ഈ പാട്ടിൻ്റെ രണ്ടാം ഭാഗം നിലവിൽ പുറത്തിറങ്ങുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ജയിലിൽ വെച്ച് N വാസു, നിലവിൽ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ മുൻ ദേവസ്വം കമ്മീഷണർ N വാസു ജയിലിലിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതുന്ന കത്തിൻ്റെ ഉള്ളടക്കം എന്ന രീതിയിൽ രണ്ടാമത്തെ പാട്ട് ഈ പോറ്റിയെ കയറ്റി എന്ന രീതിയിൽ ഇറങ്ങുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പരാതി വന്നത്. ഇപ്പോൾ പരാതിയിൽ നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതും. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.